ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായിട്ടുള്ള ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന അധ്യായമാണ് ഡിസ്കസ് ചെയ്തത്. അതിലെ 1ാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് സൈൻ കോസ് കോണുകളെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മളൊരു മട്ടത്രികോണം വരച്ചു. മട്ടത്രികോണത്തിന്റെ ഈ താഴ്ഭാഗത്തിനെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് പറയും. ഈ അഡ്ജസന്റ് സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ഇത് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം. ഈ വശം ഹൈപ്പോട്ന്യൂസ് കർണം. ഇതിൽ നമുക്ക് സൈൻ കോസ് ഈ രണ്ട് ആംഗിളുകളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിക്കുക. സൈൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള സൈൻ എ, അതായത് സൈൻ 50 ഡിഗ്രി, സൈൻ 60 ഡിഗ്രി, ഇങ്ങനെ സൈൻ എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് എതിർവശം ബൈ കർണം. എതിർവശം എന്ന് പറയുമ്പോൾ ഇതാണ് എതിർവശം, കർണം ഇത്. ഈ രണ്ട് വശങ്ങളും തമ്മിൽ ഹരിക്കുക. ഇനി കോസ് എ, കോസ് എ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, സമീപവശം ബൈ കർണം. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, സൈന് കോസ്. ഇനി ഇതിന്റെ വാല്യൂസ് നമുക്കൊന്ന് നോക്കി നോക്കാം. 30 ഡിഗ്രി ആണെങ്കിൽ 30 നമ്മൾ ചിത്രം പഠിച്ചിട്ടുണ്ട്, 1:30, 60, 90. അതേപോലെ തന്നെ 45, 40, 90. ഇനി ഇങ്ങനെ 30 ഡിഗ്രി ഒരു കോണ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൈനിന്റെയും കോസിന്റെയും വാല്യൂ? സൈൻ 30, സൈൻ 30 1/2, കൊസൈൻ 30 അല്ലെങ്കിൽ കോസ് 30 √3/2. ഇനി സൈൻ 45, സൈൻ 45 1/√2, കൊസൈൻ 45 1/√2. ഇനി സൈൻ 60 √3/2, കോസ് കൊസൈൻ 60 ഡിഗ്രി 1/2. ഈ വാല്യൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്നായി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഈ വാല്യൂസും ഒപ്പം ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വെക്കുക. ഇനി പേജ് നമ്പർ 110 ഒന്നാമത്തെ ചോദ്യം. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ, അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രി. അതിലത്തെ എ ചോദ്യം, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ബി, ഇതേ വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയുമായ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? ഇംഗ്ലീഷ് മീഡിയം ചോദ്യം ഒന്ന് വായിക്കാം. The length of two sides of a triangle are 8 cm and 10 cm and the angle between them is 40 degree. Calculate the area. ഒന്നാം ചോദ്യം. സെക്കൻഡ് ചോദ്യം, what is the area of the triangle with side of the same length but angle between them are 140 degree? അതായത് രണ്ട് ത്രികോണങ്ങളുണ്ട്. രണ്ട് ത്രികോണങ്ങളുടെ ഒരു ത്രികോണത്തിന്റെ വശം 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. ആ രണ്ട് വശങ്ങൾക്കിടയിലുള്ള കോൺ 40 ഡിഗ്രി. അതുപോലെ അതേ വശങ്ങൾ തന്നെയാണ് 8 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ, അവയ്ക്കിടയിലുള്ള കോൺ 140 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം. എന്താണ്? ½ × b × h. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ 40 ഡിഗ്രി, അതേപോലെ ഇവിടെ 140 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഇതിൽ ഏതൊക്കെ വശങ്ങൾ അറിയാം? കർണം, അതായത് ഞാൻ എന്ത് ചെയ്യാണ്? ഹൈറ്റ്. ഇക്വേഷൻ ഏരിയ കണ്ടുപിടിക്കേഷൻ ½ × b × h ആണ്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. അതിൽ ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് താഴത്തെ വശത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതിൽ ഞാൻ AD എന്ന പേര് കൊടുത്തു. ഇനി നമുക്ക് എന്തറിയില്ല? ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതില് നമുക്ക് ഈ രണ്ട് വശങ്ങൾക്കിടയിലെ കോൺ 40 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വശം, അതായത് ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതുപോലെ നമുക്ക് എന്തറിയാം? ഇതൊരു മട്ടത്രികോണം ആവുമ്പോൾ എന്താണ്? ഹൈപ്പോട്ന്യൂസ്. ഈ ഹൈപ്പോട്ന്യൂസ് അറിയാം. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ന്യൂസ് അറിയാം. എങ്കിൽ ഏത് ഇക്വേഷൻ ആണ്? സൈൻ. സൈൻ 8 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്.
എതിർവശം ബൈ കർണം. സൈൻ എ ഡിഗ്രി അതായത് സൈൻ 40 ഡിഗ്രി. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എ ഡി ബൈ ബി എ അല്ലെങ്കിൽ എ ബി. സൈൻ 40 അതിന്റെ വാല്യൂ നമുക്ക് ഈ പാഠത്തില് അവസാനത്തെ പേജിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണ്ട, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ നമുക്ക് തരും. ആ സൈൻ 40യുടെ ഡിഗ്രി ലാസ്റ്റ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സൈൻ 40 ഡിഗ്രി എന്ന് പറഞ്ഞാല് 0.6428 ആണ്. അത് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ കൊടുക്കുക. 0.6428 സമം എ ഡി അറിയില്ല, അതുപോലെ എഴുതുക. എ ഡി ബൈ ബി എ അല്ലെങ്കിൽ എ ബി എത്രയാണ്? 8. ഇനി എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 0.6428 ഇൻറ്റു 8 ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. അത് തൽക്കാലം ഞാൻ ഒന്നും ചെയ്യണില്ല, അത് അതുപോലെ എഴുതി വെച്ചു. നമുക്ക് എ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതെന്താണ്? ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഉയരമാണ്. ഇക്വേഷന് കൊടുക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് 1/2 ഇൻറ്റു ബി എത്രയാണ്? 10 സെന്റിമീറ്റർ. 10 ഇൻറ്റു എച്ച് നമുക്ക് കിട്ടിയത് 0.6428 ഇൻറ്റു 8 ആണ്. നമുക്കിത് എന്ത് ചെയ്യാൻ പോവാണ്? വെട്ടി ചെറുതാക്കാൻ പോവാം. ഇതിൽ ഈ 2ഉം 8ഉം ഒരു 2 2 4 2 8. ഇനി ബാക്കി ഇവിടെ എത്രയുള്ളത്? 1 ഇൻറ്റു 10 10 ഇൻറ്റു 0.6428 ഇൻറ്റു 4 എന്ന് വരും. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉത്തരം കിട്ടുക. 3 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 25.71. 2 ഉണ്ട്, അത് 25.2 സ്ഥാനം വരെ എഴുതിയാൽ മതി. 71 നമുക്ക് ഉത്തരം കിട്ടുക. ഇതുപോലെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷനിൽ ഹൈറ്റ് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഈ പോയിന്റിന് ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 140 ഡിഗ്രി. ഇവിടെ 8 സെന്റിമീറ്റർ, ഇവിടെ 10 സെന്റിമീറ്റർ. നമുക്കറിയാം ഇവിടെ 8ഉം 10ഉമാണ്. ഇവിടുത്തെ ഒരു ആംഗിൾ നമുക്ക് ആ ചിത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 40 ഡിഗ്രി ആണ് നമുക്ക് അറിയാം. ഇനി ഇതിൽ നമുക്ക് 40 ഡിഗ്രിയാണ് എങ്ങനെ കിട്ടിയത്? ഇത് ലീനിയർ പെയർ ആണ്. 180 40 പോയി 180 140 പോയി കഴിഞ്ഞാൽ ബാക്കി 40. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി 40 ആണെന്ന്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അതേ ഇക്വേഷൻ നമുക്ക് ഓപ്പോസിറ്റ് ഇവിടെ 40 ഡിഗ്രി നമുക്ക് ഈ ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇത് ഈ മട്ടത്രികോണം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇത് കർണമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പൊ ഇക്വേഷൻ സൈൻ 40 ഈക്വൽ ടു 40ന്റെ ഓപ്പോസിറ്റ് എ ഡി ബൈ എ ബി. സൈൻ 40 ഈക്വൽ ടു എ ഡി ബൈ എ ബി. സൈൻ 40യുടെ വാല്യൂ അറിയാം. 0.6428 ഈക്വൽ ടു എ ഡി അറിയില്ല. എ ബി നമുക്കറിയാം 8 സെന്റിമീറ്റർ. 8 ഇതിങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 0.6428 ഇൻറ്റു 8 ഈക്വൽ ടു എ ഡി. ഇതാണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഉയരം. എന്ത് ഈ ഇക്വേഷനിൽ കൊടുക്കുക? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് 0.6428 ഇൻറ്റു 8. ഇതിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഉത്തരം എത്ര വരിക? 25.71 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, അതിലെ ഒരു കോൺ 100 ഡിഗ്രി, അതിന്റെ പരപ്പളവ് എത്രയാണ്? ഇനി ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. The sides of a rhombus are 5 centimeter long and one of its angle is 100 degree. Compute its
ഏരിയ. അതായത് ഇത് സമഭുജ സാമാന്തരികത്തിന്റെ നീളം, വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ, അതിലെ ഒരു കോൺ 100 ഡിഗ്രിയാണ്. അപ്പൊ 2 വശങ്ങൾ ഞാൻ 5 സെന്റിമീറ്റർ എന്ന് എടുത്തു. അവയ്ക്കിടയിലുള്ള കോണ് 100 ഡിഗ്രി എന്നെടുത്തു. നമുക്ക് സമഭുജ സാമാന്തരികത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പല രീതികളുണ്ട്. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ പരപ്പളവ് കണ്ടുപിടിക്കാൻ B × H ആണ്. അതിൽ H പറഞ്ഞ ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഹൈറ്റ് DA എന്ന ഭാഗം കൊടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ലീനിയർ പെയർ 180 100 പോയി കഴിഞ്ഞാൽ ബാക്കി 80 ഡിഗ്രി. അപ്പൊ ഇത് എത്രയാണ്? 80 ഡിഗ്രി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പൊ എന്താ കൊടുക്കുക? സൈൻ 80. സൈൻ 80 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് DE ബൈ ഹൈപ്പോട്ന്യൂസ് DA. സൈൻ 80 ഡിഗ്രിയുടെ വാല്യൂ ലാസ്റ്റ് ടേബിൾ നമുക്ക് കിട്ടും. വാല്യൂ കിട്ടുന്നത് 0.9848 ഈക്വൽ ടു DE. D നമുക്കറിയില്ല, അതുപോലെ എഴുതി. DA 5 സെന്റിമീറ്റർ. നിങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ DE കിട്ടും. 0.9848 ഇൻറ്റു 5 ഈക്വൽ ടു DE. D പറഞ്ഞ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B × H അതിൽ കൊടുക്കുക. B എത്രയെന്ന് അറിയാം നമുക്ക്? 5 ഇൻറ്റു 0.9848 ഇൻറ്റു 5. 5 × 5 25 ഇൻറ്റു 0.9848 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24.62 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഒരു സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ, അവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രി. പരപ്പളവ് കണക്കാക്കുക. The sides of a parallelogram are 8 cm and 12 cm and the angle between them is 50 degree. Calculates its area. അതായത് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് വശങ്ങൾ 8 12, അവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ പരപ്പളവ് ഏരിയ കണക്കാക്കണം. ഇതില് പാരലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇത് 8 ആണെങ്കിൽ ഇതും 8, ഇത് 12 ആണെങ്കിൽ ഇതും 12. അപ്പൊ ഞാൻ ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇക്വേഷൻ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B × H ആണ്. നമുക്ക് ഹൈറ്റ് അറിയില്ല. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് അറിയുന്നത്? 50 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, ഹൈപ്പോട്ന്യൂസ് അറിയാം. എത്രയാണ്? 8. അപ്പൊ ഏതായിരിക്കും? സൈൻ. നമുക്ക് എഴുതാം സൈൻ 50 ഡിഗ്രിയാണ് ഇവിടെ. സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് RS ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് RQ. സൈൻ 50യുടെ വാല്യൂ ലാസ്റ്റ് ടേബിൾ നമുക്ക് കിട്ടും 0.7660 ഈക്വൽ ടു RS നമുക്കറിയില്ല, RQ 8. ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 0.7660 ഇൻറ്റു 8 ഈക്വൽ ടു RS, അതായത് ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ B × H, ഏരിയ ഈക്വൽ ടു B × H. B എത്രയാണ്? 12 ഇൻറ്റു ഹൈറ്റ് 8 ഇൻറ്റു 0.7660. നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടുക 73.536 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഒരു വശം 8 സെന്റിമീറ്റർ, അതിൻ്റെ ഒരു കോൺ 40 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കണം. ഈ 40 ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളം ചുരുങ്ങിയത് എത്ര സെന്റിമീറ്റർ ആകണം? ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. എ ട്രയാങ്കിൾ is to be drawn with one side 8 cm and an angle on it 40 degree. What should be the minimum length of the side opposite this angle? അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ,
ഒരു കോൺ 40 ഡിഗ്രി. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു കോൺ 40 ഡിഗ്രി, ഒരു ലൈനും കൂടി വരച്ച് 40 ഡിഗ്രി മാർക്ക് ചെയ്ത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വരയ്ക്കുന്ന ലെങ്ത് എത്ര നീളം ആയിരിക്കണം എന്നാണ് ചോദ്യം. ആ നീളം നമുക്ക് എങ്ങനെ വരയ്ക്കാം? എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ ആ വരയ്ക്കുന്ന സമയത്ത് ഈ വശം ഏത് അളവുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ചെറുതായിട്ടായിട്ടും ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, വരിക. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ വശത്തിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ നമുക്കിവിടെ കിട്ടും എന്ത്, 90 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വശം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പേര് കൊടുക്കുകയാണ്. പേര് ABC. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി, 8 സെന്റിമീറ്റർ. ഈ BC എന്ന വശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഇത് അഡ്ജസന്റ് സൈഡ് ആണോ ഹൈപ്പോട്ന്യൂസ് ആണോ എന്ന് സംശയം വരും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണല്ലോ, അപ്പൊ ഇത് എന്തായിരിക്കും, ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പൊ നമുക്ക് എഴുതാം, സൈനാണ് അപ്പൊ ഉപയോഗിക്കുക. സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BC ബൈ ഹൈപ്പോട്ന്യൂസ് AB. സൈൻ 40 ഡിഗ്രി നമുക്ക് 0.6428 സമം BC ബൈ AB 8 സെന്റിമീറ്റർ. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 0.6428 ഇൻറ്റു 8 ഈക്വൽ ടു BC. BC പറഞ്ഞ വശമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ BC എത്രയായിരിക്കും, രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് ഉത്തരം വരിക 5.1424. ഇതായിരിക്കും മൂന്നാമത്തെ വശം BC എന്ന് പറഞ്ഞാൽ. ഇതാണ് നാലാമത്തെ ചോദ്യം. ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യം, വശം 5 സെന്റിമീറ്റർ, ഒരു കോൺ 70 ഡിഗ്രി ആയ സമഭുജ സാമാന്തരികത്തിന്റെ വികർണങ്ങളുടെ നീളം കണക്കാക്കുക. അതായത് ഒരു റോംബസിന്റെ വശം, ഒരു വശം 5 സെന്റിമീറ്ററും ഒരു കോൺ 70 ഡിഗ്രിയാണ്. അവിടെ ഇതൊരു റോംബസ് ആണ് എങ്കിൽ അവയുടെ ഈ രണ്ട് ഡയഗണൽസിന്റെ നീളം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റോംബസ് ഒരു കോണ് 70 ആണ്, അപ്പൊ മറ്റേ കോൺ എത്രയായിരിക്കും, 110 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം കോണുകളുടെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡയഗണൽസ് ആണ്. ഇപ്പൊ ഡയഗണൽസിന് D1 ഒരു വികർണം 1 ഡയഗണൽ D1 കൊടുത്തു. അതേപോലെ തന്നെ വികർണം 2 D2 എന്ന് കൊടുത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. 2A sin A/2, അതുപോലെ 2A cos A/2. ഇതാണ് ഒരു ഡയഗണൽസ്, സമഭുജ സാമാന്തരികത്തിന്റെ ഡയഗണൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ആദ്യം ഞാൻ ഒന്നാമത്തെ ഡയഗണല് D1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡയഗണൽ ഇക്വേഷൻ എന്താണ്, 2A sin A/2. A എന്ന് പറഞ്ഞാൽ വശം എത്രയാണ്, 5 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ കൊടുക്കാൻ പോവുകയാണ് 2 × 5 × sin 70/2. 2 × 5 × 70ന്റെ പകുതി 35 സൈൻ 35 ഡിഗ്രി. ഇനി 35ന്റെ വാല്യൂ നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. 2 × 5 10 ഇൻറ്റു സൈൻ 35ന്റെ വാല്യൂ 0.5736. രണ്ടും തമ്മിൽ ഗുണിച്ച് നമുക്ക് ഉത്തരം കിട്ടുക 5.736 സെന്റിമീറ്റർ. അതായിരിക്കും ഡയഗണൽ 1 D1. ഇനി D2 കണ്ടുപിടിക്കാൻ 2A cos A/2. A എത്രയാണ്, 5. 2 × 5 × cos A എത്രയാണ്, ഒരു ആംഗിൾ 70/2. 2 × 5 10 ഇൻറ്റു cos 70/2 35 cos 35 ഡിഗ്രി. 10 × cos 35ന്റെ വാല്യൂ 0.8192. ഗുണിച്ച് നമുക്ക് ഉത്തരം കിട്ടുക 1 ×
ഗുണിക്കുക, 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ എത്രയാണ്? 0.8192. ഗുണിച്ച് കഴിഞ്ഞ് ഉത്തരം കിട്ടുക 8.192 സെന്റിമീറ്റർ. D1 D2 ഇത് രണ്ടായിരിക്കും ഡയഗണൽസിന്റെ നീളമെന്ന് പറഞ്ഞാൽ. ഇതോട് കൂടിയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് ഇട്ട് കഴിഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ തയ്യാറാക്കുക. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.